ഹായ് ഫ്രണ്ട്സ്, ഞങ്ങൾ ഏകദേശം ഒരു മാസത്തോളമായിട്ട് ഞങ്ങളുടെ ടൂ വീലർ സ്റ്റാർട്ട് ചെയ്യാനുള്ള കുറേ സ്റ്റാർട്ടിങ് ട്രബിളായിട്ട് കുറേ കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു ലാസ്റ്റ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിച്ചത്. പള്ളിയിൽ പോയിട്ട് തിരിച്ച് കൊണ്ടുവരാൻ പറ്റാത്ത വിധം വണ്ടി തള്ളി ഞങ്ങളൊരു പരുവായി. അങ്ങനെ അന്നൊരു നൂലുകെട്ടുണ്ടായിരുന്നു, അതിന് പോകാൻ പറ്റിയില്ല. അപ്പോൾ വണ്ടി നന്നാക്കാൻ സൺഡേ ആയതുകൊണ്ട് കടകളൊക്കെ അവധിയായിരുന്നു. അങ്ങനെ ഒരു ആളെ വിളിച്ചു. പുള്ളി വേറൊരിടത്ത് പണിയായിരുന്നു. വരുമെന്ന് രാത്രി വരെ പറഞ്ഞ് കാത്തിരുന്നു. പുള്ളി പറ്റിച്ചു. രാവിലെയാണ് പിന്നെ വന്ന് ജസ്റ്റ് കിക്കർ അടിച്ചാൽ സ്റ്റാർട്ട് ചെയ്യുന്ന അവസ്ഥയിലാക്കി തന്നു. അപ്പോൾ ബാറ്ററി മാറ്റാനായിട്ട് കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പെരിങ്ങമലയിലുള്ള ഒരു കടയിൽ നിന്നാണ് ഞങ്ങളത് വാങ്ങിയിരുന്നത്. അവിടെ കൊണ്ടുവന്നപ്പോൾ അവർ നോക്കിയിട്ട് പറഞ്ഞു ഇത് പോയി. വാങ്ങിയിട്ട് 3 മാസമേ ആയിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ മെയിൻ അവർ നന്നാക്കി തരണമെങ്കിൽ 4 ദിവസം വണ്ടി അവിടെ വെച്ചിരിക്കണം. അപ്പോൾ 4 ദിവസം വണ്ടി നമുക്ക് വയ്ക്കാൻ പറ്റില്ലല്ലോ, നമ്മുടെ ആവശ്യത്തിനല്ലേ നമ്മൾ വണ്ടി വാങ്ങുന്നത്. അപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ നേരെ എൻ്റെ മെയിൻ ബാറ്ററി കടയായ ആമറോണിൻ്റെ, അതായത് അട്ടക്കുളങ്ങര വണ്ട് റോഡിലുള്ള ഷോപ്പിൽ, ആമറോണിൻ്റെ ഷോപ്പിൽ പോയാൽ നിങ്ങൾക്ക് അപ്പം തന്നെ പുതിയ ബാറ്ററി ഗ്യാരൻറ്റി 1 വർഷമുണ്ട്, മാറ്റിത്തരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇന്ന് രാവിലെ അട്ടക്കുളങ്ങരയിൽ ആമറോണിൻ്റെ ബാറ്ററി ഷോപ്പിൽ പോയി. അവിടെ ചെന്നപ്പോൾ ആ പുള്ളി ഇവിടെ നിന്ന് ഇവർ പറഞ്ഞ പോലെയൊന്നുമല്ല അവിടെ കിട്ടിയ ഒരു പെരുമാറ്റം. അവർ കുറേ തരികിട ഞങ്ങളോട് കാണിച്ചു. അത് ബാറ്ററി ചാർജ് ചെയ്യട്ടെ, ആദ്യം പറഞ്ഞു നിങ്ങൾ നാളെ വരുമെന്ന് പറഞ്ഞു. ഈ വണ്ടി ഞങ്ങളവിടെ കൊണ്ട് എത്തിച്ച പാട് ഞങ്ങൾക്കറിയാം. എവിടെയെങ്കിലും ഒന്ന് വണ്ടി ഞങ്ങൾ എന്തെങ്കിലും ആവശ്യത്തിന് ഇറങ്ങുകയോ ആരുടെയും വഴി ചോദിക്കാനായിട്ട് നിർത്തുകയോ ചെയ്താൽ വണ്ടി ഓഫാവും. പിന്നെ കിക്കർ അടിക്കണം. അടിച്ച് കാലും ചെരുപ്പും എല്ലാം ഒരു പരുവായി. ഞങ്ങളോടാണ് പറയുന്നത്, ഇങ്ങനെ പറന്നു പോകൂ. ആ വണ്ടി ഓടാത്ത വണ്ടിയും കൊണ്ട് ചെന്ന ഒരാളെടുത്ത് അതിൻ്റെ ബാറ്ററി ഊരിയെടുത്തിട്ട് പറയുകയാണ് നാളെ വരാൻ. ഞങ്ങൾ തലയിൽ വെച്ചുകൊണ്ട് പോകും ഈ ടൂ വീലർ. ഒരു സാമാന്യ ബോധമില്ലാത്ത സംസാരം. അങ്ങനെ അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അത് പറ്റില്ല, ഇന്ന് തന്നെ ചെയ്ത് കിട്ടുമെന്നാണ് നിങ്ങളുടെ കടക്കാരും പറഞ്ഞ് ഇന്ന് തന്നെ കിട്ടണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു എന്നാൽ ബാറ്ററി ചാർജ് ആവാൻ 3 മണിക്കൂറാവും, നിങ്ങൾ അതുവരെ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം 3 മണിക്കൂർ ഞങ്ങൾ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ ബാറ്ററി വാങ്ങിയ കടയിലെ പയ്യന്മാരെ വിളിച്ചിട്ട് നിൻ്റെ മുതലാളി ഇങ്ങനെയാണ് പറയുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ആ പയ്യെ ഇവിടെ വിളിച്ചവൻ പറയണം അത് വരുന്നവരോടൊക്കെ നീ അവിടെ കൊണ്ടുവന്ന പുതിയ ബാറ്ററി തരും, താമസമൊന്നുമില്ല എന്ന് പറഞ്ഞു വിടുന്ന എന്തിനെന്ന് ആ പയ്യനോട് ചോദിക്കുന്നു. എന്നിട്ട് ഇയാൾ അത് ഞാൻ കൊടുക്കൂല എന്നൊന്നും പറഞ്ഞില്ല. ഇവർ കൊണ്ടുവന്ന ബാറ്ററി ചീത്തയായോ എന്ന് എനിക്കൊരു ഉറപ്പ് വേണ്ടേ, അതിനുവേണ്ടി ഞാനത് ചാർജ് ചെയ്ത് നോക്കുകയാണ്. ചാർജ് ചെയ്താലല്ലേ എനിക്കത് ചീത്തയായോ ഇല്ലയോ എന്നറിയാൻ പറ്റൂ എന്നൊരു നമ്പരും ഇയാൾ ഇറക്കി. എന്നിട്ട് ഞങ്ങളവിടെ ഇരിക്കുന്നു. ഒരു 1:15 കട പൂട്ടി അയാൾ സ്റ്റാഫുകളെല്ലാവരും കൂടെ ഉണ്ണാൻ പോയി. 2 മണിക്ക് തിരിച്ചു വന്നു. അപ്പോൾ ഞങ്ങൾക്കത് പന്തികേടാണെന്ന് മനസ്സിലായി. കാരണം ഒരു പാവം മനുഷ്യൻ അവിടെ വണ്ടി നന്നാക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. ആ മനുഷ്യൻ പറയുന്ന കഥ ഞങ്ങൾ കേട്ടപ്പോൾ 1 വർഷത്തിൽ 4 ബാറ്ററി ആ മനുഷ്യൻ മാറ്റിയിട്ടുണ്ട്. അതായത് 2 വർഷം ഗ്യാരൻറ്റിയുള്ള ബാറ്ററി 4 പ്രാവശ്യം 1 വർഷത്തിനകത്ത് മാറ്റിയെന്ന് പറഞ്ഞാൽ അതെന്ത് ന്യായക്കേടാണ്. കാരണം ഈ സെക്കൻഡ് ഹാൻഡ് ബാറ്ററി ചാർജ് ചെയ്ത് കൊടുത്ത് ഈ പാവങ്ങളെ പറ്റിക്കുന്നു. ഞങ്ങൾക്കും ചിലപ്പം വെച്ച് തന്നത് അങ്ങനത്തതായിരിക്കാം. അപ്പോൾ ഈ മനുഷ്യൻ ഓരോ മാസം കഴിയുമ്പോഴും ഇവിടെ കൊണ്ടുവരും, വീണ്ടും ഒരു പഴയതെടുത്ത് വെച്ച് കൊടുക്കും, അയാൾ കൊണ്ടുപോകും, വീണ്ടും തീരുമ്പോൾ ഇവിടെ വരും. അങ്ങനെ 4ാമത്തെ പ്രാവശ്യം ആ മനുഷ്യൻ അവിടെ വന്നിരിക്കുന്നു. ആ മനുഷ്യൻ്റെ അടുത്ത് പറയാണ് നിങ്ങളുടെ ബാറ്ററി ചാർജ് ആകുന്നതുകൊണ്ട് ഇത് ബാറ്ററിയുടെ കുഴപ്പമല്ല, നിങ്ങളുടെ വണ്ടിയുടെ കുഴപ്പം. അപ്പോൾ ഒരു സാധാരണ വിദ്യാഭ്യാസമോ വിവരമോ ഒന്നും വണ്ടിയെക്കുറിച്ച് ഒരു ഗ്രാഹ്യമില്ലാത്ത ഒരു മനുഷ്യനാണെങ്കിൽ അത് വിശ്വസിച്ച് ആ ഒരു വർക്ക്ഷോപ്പിൽ പോകും. ഞങ്ങൾ തലേദിവസം വർക്ക്ഷോപ്പിൽ കാണിച്ചിട്ട് കൊണ്ടുവന്നതുകൊണ്ട് ഞങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവുമായതുകൊണ്ട് ഞങ്ങളെ ആ രീതിയിൽ പറഞ്ഞ് പറ്റിക്കാൻ പറ്റിയില്ല. അതാണ് വാസ്തവം. അങ്ങനെ ആ മനുഷ്യൻ പറയുന്നത് ഞങ്ങൾ റെക്കോർഡ് ചെയ്തു. പിന്നെ എന്തായാലും ഒരു ലൈവ് ഇടേണ്ടി വരുമെന്ന് എനിക്ക് തോന്നി അവിടുത്തെ സാഹചര്യം കണ്ടിട്ട്. അല്ലെങ്കിൽ ഒരു വീഡിയോ എങ്കിലും പിറ്റേ ദിവസം ഇടണം എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. അപ്പോൾ ഇവർ ഉണ്ണാൻ പോയ സമയം നമ്മൾ കടയിലെ വീഡിയോയും ഈ മനുഷ്യൻ്റെ സംസാരം അയാളുടെ അനുഭവം എല്ലാം ഞങ്ങൾ റെക്കോർഡ് ചെയ്തു. എനിക്കും അതിന് തൊട്ടടുത്ത അതിനോട് ചേർന്നുള്ള കടക്കാരനായിരിക്കാം ഇയാളെ വിളിച്ചറിയിച്ചു എന്ന് തോന്നുന്നു. ഇന്ന് വന്ന് നിൽക്കുന്ന ഒരു പ്രശ്നക്കാരാണ് എന്ന് പറഞ്ഞ് ഞങ്ങൾ സംസാരിക്കുന്നതൊക്കെ ആ പുള്ളി വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. എന്താ എനിക്കറിയില്ല. അയാൾ ഊണ് കഴിഞ്ഞ് ആദ്യം അവരുടെ സ്റ്റാഫ് വന്ന് ഇതൊക്കെ തുറന്നപ്പോൾ ഇന്നൊന്നും കിട്ടൂല, അത് നിങ്ങൾ പോയിട്ട് വരൂ, 2 ദിവസമോ 3 ദിവസമോ എന്നൊക്കെ ഭയങ്കര ഗമയിൽ പറഞ്ഞ സ്റ്റാഫ് ഇവരുണ്ടിട്ട് വന്നു കഴിഞ്ഞ് ഞങ്ങൾ വന്നപ്പോൾ ഇപ്പോൾ വരും, അവിടെ ഇരിക്കൂ എന്നൊക്കെ പറഞ്ഞ് നല്ല ഒരു പെരുമാറ്റം.
മുതലാളി വന്ന് കട തുറന്നിട്ട് പെട്ടെന്നൊരു പുതിയ ബാറ്ററി എടുക്കുന്നു, ഞങ്ങളുടെ വണ്ടിയിൽ ഫിറ്റ് ചെയ്യുന്നു. എന്നിട്ട് വേറെ ലാസ്റ്റ് ഒരു തരികിട കൂടെ കാണിച്ചു. ഫിറ്റ് ചെയ്ത സ്റ്റാഫ് കുറച്ച് ഇത്തിരി ദേഷ്യത്തിലൊക്കെയാണ് വന്ന് കവറൊക്കെ ഊരി എറിഞ്ഞ് അങ്ങ് ഫിറ്റ് ചെയ്തത്. എന്നുവെച്ചാൽ മനസ്സില്ലാ മനസ്സോടെ, എന്ന് വെച്ചാൽ അവരുടെ തരികിട നമ്മളോട് നടക്കാത്തതിൻ്റെ ഒരു ഉളുപ്പ് അവർക്കുണ്ട്. എന്നിട്ട് ബാറ്ററി ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പുള്ളി സ്റ്റാർട്ട് ചെയ്തപ്പോൾ സ്റ്റാർട്ടായില്ല ആദ്യം. എന്തായാലും ഒരു ബാറ്ററി അങ്ങോട്ട് വെച്ചിട്ട് 1 മിനിറ്റല്ലേ ആയുള്ളൂ, അപ്പോൾ ഇച്ചിരി സമയം പിടിക്കില്ലേ. അത് നിങ്ങളുടെ വണ്ടി സെൽഫ് എടുക്കുന്നില്ലല്ലോ, അതൊരു നമ്പറാണ്. കാരണം ബാറ്ററി വെച്ചിട്ട് നിങ്ങളുടെ വണ്ടി സെൽഫ് എടുക്കുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ വണ്ടിയുടെ മിസ്റ്റേക്കാണ്, വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകണം എന്ന് പറയുന്നതിൻ്റെ ഒരു മുന്നോടിയാണത്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞ് അത് എടുത്തോളും. എന്നിട്ട് ആ പറഞ്ഞ സെക്കൻഡിനകം വണ്ടി സെൽഫ് എടുക്കുകയും സ്റ്റാർട്ടാവുകയും ചെയ്തു. ഇതുവരെ എന്നിട്ട് ഞങ്ങൾ കൊണ്ടുവന്നു. ഇന്നിപ്പോൾ രാത്രി 12 മണിയാകുമ്പോൾ ഇതുവരെ വണ്ടിക്ക് ഒരു കുഴപ്പമില്ല. അപ്പോൾ ഏത് വിധത്തിൽ സാധാരണക്കാരനെ പറ്റിക്കാം എന്ന് മാത്രമാണ് ഇപ്പോഴത്തെ ബാറ്ററി കടക്കാരെന്നല്ല സകല കടക്കാരുടെ ലക്ഷ്യം. അപ്പോൾ നിങ്ങൾ ഓരോ സാധനങ്ങൾ വാങ്ങുമ്പോൾ, ഇപ്പം ഞങ്ങൾക്കിത് കിട്ടിയത് തന്നെ ആ പാവങ്ങളൊന്നും ഈ വാങ്ങിയപ്പം കൊടുത്ത പേപ്പറൊന്നും അവർ സൂക്ഷിച്ചു വെച്ചിട്ടില്ലായിരുന്നു. അത് കാരണം അവർക്ക് ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥ. ഇവരെന്ത് പറയുന്നു അത് കേട്ടോണ്ട് പോകേണ്ട ഒരവസ്ഥ. പക്ഷേ ഞങ്ങൾ ഇത് വാങ്ങിയപ്പോൾ കിട്ടിയ ആ ബില്ലും അവർ തന്ന ഗ്യാരൻറ്റി കാർഡും വണ്ടിക്കകത്ത് നമ്മുടെ ലൈസൻസും അതുപോലെയുള്ള പുകയുടെ എല്ലാ പേപ്പറും എല്ലാം തിരിച്ചറിയൽ കാർഡെല്ലാം കൂടെ ഞങ്ങളൊരു പേഴ്സിനകത്താക്കി വണ്ടിക്കകത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് സൂക്ഷിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് അത് കാണിക്കാനും അതിൻ്റെ ഗ്യാരൻറ്റി വാങ്ങിക്കാനും പറ്റി. പക്ഷേ മറ്റുള്ളവർക്ക് കഴിയാതെ വന്ന് ഇത് സൂക്ഷിച്ച് വെക്കാത്തതുകൊണ്ടാണ്. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ വാങ്ങിച്ച കട അറിയാമെന്ന് കരുതി നിങ്ങൾ അതൊന്നും സൂക്ഷിക്കാതിരിക്കരുത്. നിങ്ങൾക്ക് തരുന്ന ഗ്യാരൻറ്റി പേപ്പർ, ബില്ല് എല്ലാം നിങ്ങൾ സൂക്ഷിച്ച് വെച്ചാൽ മാത്രമേ ഇന്ന് നമുക്ക് ന്യായവും നീതിയും കിട്ടൂ. എവിടെ പറ്റിക്കാം, എങ്ങനെ പറ്റിക്കാം എന്ന് മാത്രം അവർ ഡിഗ്രി എടുത്തുകൊണ്ടിരിക്കുന്നതാണ് ഓരോ കടക്കാരും. അപ്പോൾ ആമറോൺ കമ്പനിയുടെ എന്തായാലും ഉടമസ്ഥൻ അല്ലെങ്കിൽ ഇത് ഉണ്ടാക്കുന്നവർ, ഇതിൻ്റെ മുകളിലൊരു ഹെഡ് കാണുമല്ലോ, അവരറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. നമ്മൾ പുതിയ ബാറ്ററി വാങ്ങാൻ ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്ന സ്വീകാര്യത ഒന്നും നമുക്ക് പഴയ ബാറ്ററി മാറ്റി, പഴയ ബാറ്ററി എന്നല്ല, ഈ വെച്ച ബാറ്ററിക്ക് ഒരു കംപ്ലൈൻ്റായി ചെന്ന് നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് ദയവേത് നിങ്ങൾ അവർ തരുന്ന റെസിപ്റ്റ്, ഗ്യാരൻറ്റി കാർഡ് ഒക്കെ വളരെ ഭദ്രമായി സൂക്ഷിച്ച് വെക്കുക. ഇല്ലെങ്കിൽ നിങ്ങളും പറ്റിക്കപ്പെടാം. അപ്പോൾ ആരും പറ്റിക്കപ്പെടാതിരിക്കാൻ സൂക്ഷിക്കുക, ജാഗ്രത.